ഹലോ, ഞാൻ ഈ കഥയുടെ പേരിട്ടിരിക്കുന്നത് അച്ചാണി എന്നാണ്. എന്തുകൊണ്ട് ഈ ഒരു പേര് ഈ സിനിമയ്ക്ക് അല്ല ഈ ഷോർട്ട് ഫിലിമിന് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ അച്ചാണി എന്നു പേരുള്ളൊരു മലയാള സിനിമയുണ്ട്. ആ സിനിമയുടെ കുറച്ച് റെഫറൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ കഥ. അതായത് ആ സിനിമയിലെ എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി എന്ന ഗാനം ഈ ഒരു ഷോർട്ട് ഫിലിമിലും അല്ലെങ്കിൽ ഈ ഒരു കഥയ്ക്കും വളരെയേറെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. കഥ നടക്കുന്നത് ഒരു മിഡ് 90s 95 94 ആ ഒരു കാലഘട്ടത്തിലാണ്. കഥ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു കടപ്പുറമാണ്, ഒരു ബീച്ച് രാത്രി സമയം വിജനമായി കിടക്കുന്ന ആ ഒരു ബീച്ച്. കാറ്റാടി മരങ്ങളൊക്കെ ആടിക്കളിക്കുന്നു. കടൽ വളരെ ശാന്തമാണ്. എന്നാൽ കാറ്റ് നല്ല ശക്തമായിട്ട് കാറ്റുണ്ട്. നല്ല ശക്തിയുള്ള കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ശബ്ദം നല്ല രീതിയിൽ അറിയുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഡ്രീമി ആയിട്ടുള്ള ഷോട്ടാണ് ഇവിടെ. അവിടേക്ക് ആ ബീച്ചിലോട്ട് നമ്മുടെ നായകൻ നടന്നു വരുന്നു. നായകനെപ്പറ്റി പറയുമ്പോൾ ഈസ് യങ്, ഒരു 23 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ്. ഈ രാത്രി ഈ കടപ്പുറത്തൂടെ നടക്കുകയാണ്. അവനെന്തോ തേടി നടക്കുന്നത് പോലെയാണ്, ആരെയോ തേടി നടക്കുന്നത് പോലെ. അവൻ ചുറ്റും ആരോ ഓടി നടക്കുന്നു. അവൻ കാണുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അതൊരു പെൺകുട്ടിയാണ്. അവളുടെ ചിരി ഇടക്കൊക്കെ കേൾക്കും. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. കാറ്റാടി മരത്തിൻ്റെ അവിടെ ആരോ നിൽക്കുന്ന പോലെ തോന്നി. അവൻ അങ്ങോട്ട് ചെന്നു. അവിടെ തേടി നോക്കി, ആരുമില്ല. വീണ്ടും ബീച്ചിലേക്ക് വന്നു, നോക്കി, ആരുമില്ല അവിടെ. പിന്നെ അവൻ്റെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലത്തെ ഒരു ഫീൽ അവന് തോന്നി. അവൻ തിരിഞ്ഞു നോക്കി. ഒരു മിന്നായം പോലെ ആ പെൺകുട്ടിയുടെ മുഖം അവൻ കണ്ടു. പെട്ടെന്ന് തന്നെ അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ഉണർന്ന അവൻ ആകെ വിയർത്തിരുന്നു. പക്ഷേ മുഖത്ത് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ടൈപ്പ് ഒരു മുഖത്തിലെ എക്സ്പ്രഷനായിരുന്നു. നല്ല എന്തോ കണ്ടു, അവനത് നേടിയെടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ. സമയം രാത്രി 2 മണിയായിട്ടുണ്ട്. അവനപ്പം തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു, ലൈറ്റ് ഇട്ടു, മുഖം ഒന്ന് കഴുകി, ഫ്ലാസ്ക് തുറന്ന് ഫ്ലാസ്കിൽ നിന്ന് കാപ്പി അതിൻ്റെ കപ്പിലേക്ക് പകർന്നു. അവനവൻ്റെ ക്യാൻവാസ് റെഡിയാക്കി, കളറുകളെല്ലാം മിക്സ് ചെയ്തു. തൻ്റെ ഗ്രാംഫോണിൽ പാട്ട് പ്ലേ ചെയ്തു. ഗ്രാംഫോൺ പാടി തുടങ്ങി. എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി. ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവൻ്റെ അവനിഷ്ടമുള്ള പടം വരച്ചു തുടങ്ങി. പടം വരച്ചു. പിന്നീട് കാണിക്കുന്ന ഷോട്ടെന്ന് പറഞ്ഞാൽ ആ പാട്ട് തീരുമ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതായത് നേരം വെളുത്തു, ഉറക്കത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു. ക്ലോക്കിൽ നോക്കി സമയം അത്യാവശ്യം അതിക്രമിച്ചിരിക്കുന്നു. പെട്ടെന്ന് പോയി പല്ല് തേച്ച് കുളിച്ച് റെഡിയായി. ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല. അവൻ്റെ എക്യുപ്മെൻസും എല്ലാം എടുത്തു. അവനവൻ്റെ ബാഗിലാക്കി. ആ ചാർട്ടും പിന്നെ മറ്റ് അവൻ്റെ ജോലിയുമായിട്ട് അല്ലാതെ അവൻ്റെ പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് എക്യുപ്മെൻസും എല്ലാം എടുത്ത് അവൻ വെളിയിലോട്ട് ഇറങ്ങി കോളേജിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അവനവൻ്റെ സൈക്കിൾ എടുക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തെ വീട്ടിലെ അയൽക്കാരൻ വിളിച്ച് ആ മോനെ എന്ന് വിളിക്കുന്നു. അപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇതിവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിലെ അന്ന് വന്ന ആ ന്യൂസ് പേപ്പർ എടുത്ത് അയാൾക്ക് കൊടുത്ത്. അയാൾ തിരിച്ച് അവനോട് ചോദിച്ചു, മോനെ ഇന്ന് അവർ വന്നില്ലേ? ഇല്ല. എത്ര ദിവസം എടുക്കും? ഇനിയും 3-4 ദിവസം എടുക്കും. കുറേ നാളത്തെ ആഗ്രഹമല്ലേ, അവർ പോയിട്ട് വരട്ടെ, സമയം എടുത്തിട്ട് വരട്ടെ. എന്തായാലും കുറച്ച് ദിവസം കൂടെ എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അവൻ വണ്ടി എടുത്ത് അവിടുന്ന് ഓടിച്ചു. അതായത് സൈക്കിളെടുത്ത് ഓടിച്ചു പോയി. കോളേജിൽ പോയിട്ടും അവന് മനസ്സിൽ ഈ പഠിത്തത്തിലൊന്നുമില്ല ശ്രദ്ധ. അവൻ്റെ ശ്രദ്ധ മൊത്തവും ഇന്നലെ കണ്ട ആ സ്വപ്നവും അതേ തുടർന്ന് വരച്ച ആ ഒരു ചിത്രത്തിലുമായിരുന്നു. അങ്ങനെ പ്രൊജക്റ്റ് വർക്കും എല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് താമസിച്ചിറങ്ങിയപ്പോൾ ഒരു 6:30
7 മണിക്കടുത്താവും. ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയുണ്ട്. മഴയെന്ന് പറഞ്ഞാൽ അവിടെ ആ മഴ കാരണം ഇവന് പലയിടത്തും നിന്ന് വരേണ്ടി വരുന്നു. പിന്നെ മഴ ജസ്റ്റ് ഒന്ന് കുറഞ്ഞപ്പോൾ ജസ്റ്റ് സൈക്കിളും കൊണ്ട് പതിയെ തള്ളി കൊണ്ട് വന്നു. അതിന് വഴിക്ക് വീണ്ടും മഴ കൂടിയപ്പോൾ അവനാണെങ്കിൽ ഒരു കടത്തിൻ്റെ ഇടയിലേക്ക് മാറി, സൈക്കിളും കൊണ്ട് അവിടെ മാറി നിന്നു. മഴയായത് കാരണം അവിടെ ആരുമില്ല, വെട്ടമൊന്നുമില്ല, എല്ലായിടത്തും കറണ്ട് പോയിട്ടുണ്ട്. ആ കടത്തിൻ്റെ ഇടയിൽ അവിടെ മാറി നിന്ന സമയത്ത് ആരും അവിടെ ഇരുന്ന് കരയുന്നത് അവൻ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ആരും ഇരിക്കുന്നു, ആ കടത്തിൻ്റെ മറ്റേ മൂലയിൽ ആരോ അവിടെ ഇരിക്കുന്നു, കരയുന്നു. അതൊരു പെൺകുട്ടിയായിരുന്നു. അവനത് ആദ്യം ഇഗ്നോർ ചെയ്യാമെന്ന് കരുതി. പക്ഷെ പിന്നെ ആ കരച്ചിൽ കേട്ടപ്പോൾ അവനത് അങ്ങോട്ട് ചെന്ന് ചോദിക്കുക, എന്താണ് കാര്യം ഒന്ന് അന്വേഷിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അവനങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആ പെൺകുട്ടി അവിടെ ഇരുന്ന് കരയുന്നതാണ് കണ്ടത്. അവൻ എന്താണ് കാര്യം, ആരാണ്, എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയെയും അവർ കൊന്നു, എന്നെയും കൊല്ലാൻ നോക്കിയാണ്, ഞാൻ ഓടി രക്ഷപ്പെട്ടു. എനിക്കറിയില്ല ഇനി എവിടെ പോകണമെന്ന്. എപ്പോഴാണെങ്കിലും അവരെന്നെ പിടിച്ച് അവരെന്നെയും കൊല്ലും, എൻ്റെ അച്ഛനും അമ്മയും കൊന്നതുപോലെ. എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഇല്ല, പോലീസും എല്ലാം അവരുടെ ആളാണ്, എനിക്കറിയില്ല എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യണമെന്ന്. ഞാനും ഉടനെ എന്നെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ നായൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് വാ, നിനക്ക് അവിടെ ഒന്നും സംഭവിക്കാൻ ഞാൻ നോക്കിക്കോളാം. വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾ അത്യാവശ്യം പിടിപാടുള്ള ആളുകളൊക്കെ തന്നെയാണ്. എൻ്റെ അപ്പൂപ്പൻ റിട്ടയർഡായിട്ടുള്ള കേണലാണ്. കുടുംബത്തൊക്കെ നല്ല രീതിയിൽ രാഷ്ട്രീയമായിട്ടും പിടിപാട് ഞങ്ങൾക്കുണ്ട്. പിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല, എൻ്റെ വീട്ടിലേക്ക് പോവാം, പരിഹാരം ഞാൻ കണ്ടെത്താം, ഇന്ന് നമുക്ക് വീട്ടിലേക്ക് വരണം. അങ്ങനെ പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നു. കറണ്ട് ഇല്ലായിരുന്നു അവിടെയും വീട്ടിൽ. അകത്ത് ചെന്നിരുന്നു. അവൻ ചായ തിളപ്പിച്ച് കൊടുത്തു, കൂടെ കഴിക്കാൻ ബ്രെഡും കുറച്ച് മുട്ടയും ഒക്കെ ആയിട്ട് കൊടുത്തു. അവിടെ ഇരിക്കുന്ന സമയത്ത്, അവൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അവൾ കഴിക്കാതിരിക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ ഒരു മെഴുകുതിരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ആ ടേബിളിൻ്റെ, ഇവൾ കഴിക്കുന്ന ടേബിളിൻ്റെ ഇതിലായിട്ട് ഒരു മെഴുകുതിരിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവളെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവള് കണ്ടിട്ട് വളരെ സുന്ദരിയാണ്, വളരെ സുന്ദരി. ആ മെഴുകുതിരി വട്ടത്തിൽ അവളുടെ മുഖം നല്ല സുന്ദരമായി അവന് തോന്നി. ആ സൗന്ദര്യത്തിൽ അവൻ മതിമറന്നിരുന്നു. അവളുടെ അവൾ ധരിച്ചിരിക്കുന്ന ഒരു ആഭരണം എന്ന് പറഞ്ഞാൽ കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടയായിരുന്നു. അതായത് ഒരു നെക്ലേസ്, ഇച്ചിരി വീതിയുള്ള ടൈപ്പ്, കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന നെക്ലേസ് പോലത്തെ. കാത് കുത്തിയിട്ടില്ല, മറ്റാഭരണങ്ങൾ കൈകളിലോ മറ്റോ ആഭരണങ്ങളൊന്നുമില്ല, മോതിരമോ വളയോ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു ആഭരണം മാത്രമേ അവൾക്കുള്ളൂ. ഇവളിങ്ങനെ നോക്കിയിരുന്നു. പെട്ടെന്ന് കരണ്ടും വന്നു. അവൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കൈയൊക്കെ കഴുകി വന്നപ്പോൾ ഈ റൂമിലെ എല്ലാ വെട്ടവും എല്ലാം കണ്ടിട്ട് ഇവിടെ ഓരോരോ സാധനങ്ങൾ, അതായത് വീട്ടിൽ വെച്ചിരിക്കുന്ന TV, റേഡിയോ, അങ്ങനെ പല സാധനങ്ങൾ കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് എന്തിനാണ് ഇങ്ങനത്തെ സാധനമൊക്കെ, ഇതിൻ്റെ ഉപയോഗം എന്താണ്? അങ്ങനെ വീടായിട്ട്, അതായത് ഇതുകൊണ്ട് സാധനങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ ഒരു രീതിയിലാണ് ഇവള് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇവനും അത്ഭുതവും, ഇവളെന്താ ഇങ്ങനെ. ഇവന് ഓരോന്നും പറഞ്ഞു കൊടുത്തു. ഇവിടെ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവന് അങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നിനക്ക് വേറൊരു സാധനം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു. എന്തുവാ? നീ വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. റൂമിൽ കൊണ്ടുപോയിട്ട് അവൾക്ക് അവൻ കാണിച്ചു കൊടുത്തു. അവൻ ഇന്നലെ വരച്ചു വെച്ചിരുന്ന ആ ഒരു പെയിൻറ്റിങ്, ആ പെയിൻറ്റിങ്ങിൻ്റെ മൂടുപടം മാറ്റിക്കൊടുത്തു. ആ പെയിൻറ്റിങ് എന്ന് വെച്ചാൽ അവളുടെ ചിത്രമായിരുന്നു. ഇവൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, 3-4 ദിവസമായിട്ട് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നിന്നെ കാണുന്നുണ്ട്, എനിക്ക് പക്ഷെ മുഖം വ്യക്തമാകുന്നില്ലായിരുന്നു. ഞാൻ പലതവണ വരക്കാൻ നോക്കി, പരാജയപ്പെടുന്നു. പിന്നെയും വരക്കും, പിന്നെയും പരാജയപ്പെടുന്നു. പക്ഷെ ഇന്നലെ ഞാൻ വ്യക്തമായി കണ്ടു നിൻ്റെ മുഖം തന്നെ, അത് നീ തന്നെയാണ്, അത് ഉറപ്പാണ്, അത് ഞാൻ വരച്ചതാണ്. നിൻ്റെ മുഖം, നിന്നെ അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഞാൻ വളരെ നിന്നിൽ ഒബ്സസ്ഡ് ആയി ഇരിക്കുകയാണ്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ എന്നെ കൊല്ലാൻ വന്ന ആളുടെ കൂടെ വല്ലതും ആണോ, അവളെ ആളുകൾ വല്ലതും ആണോ, ഇല്ലാതെ ഞാനിതിന് മുമ്പ് നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ മുമ്പ് കണ്ടിട്ടില്ല നേരിട്ട്, ഇപ്പോഴാണ് കാണുന്നത്. ഇതൊരു നിമിത്തമാണ്, എനിക്കിതിന് ഇഷ്ടമാണ്, എന്നെ വിവാഹം കഴിക്കണം. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പണ്ടേ സെപ്പറേറ്റഡ് ആയതാണ്. അവരവരുടെ ജീവിതവുമായിട്ട് മറ്റ് പല സ്ഥലങ്ങളിലാണ് വെവ്വേറെ വിവാഹം കഴിച്ച്. എനിക്ക് അവരോട് ഒരു വിരോധവും ഇല്ല. എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയുമാണ്, അവർക്കൊപ്പമാണ് ഞാൻ കഴിയുന്നത്. ഇപ്പോൾ അവർ ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയാണ് കാശിയിൽ. 2 ദിവസം കഴിഞ്ഞ് വരും. ഞാൻ എൻ്റെ ആഗ്രഹം അവർ വരുമ്പോൾ പറയും. അവർ ഉറപ്പായിട്ട് എൻ്റെ ഈ ആഗ്രഹത്തിന് വിപരീതമായിട്ടിരിക്കത്തില്ല. ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനവും കുറച്ച് തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ അതിനെല്ലാതെ അവർ സമ്മതിക്കുകയും ചെയ്യും. അതിനെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കാര്യവും. എനിക്ക് ഇന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ പഠിത്തം കഴിഞ്ഞാൽ എനിക്ക് നല്ല ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ നമുക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് പോയി സുഖമായിട്ട് കഴിയാം. ഇതിന് എൻ്റെ കൂടെ നീ ഉണ്ടാവണം. അങ്ങനെ സംസാരിച്ച അവസാനം അവൻ്റെ ഇംഗിതത്തിന് സമ്മതിക്കും. അവനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കും. അങ്ങനെ അവളോട് നീ ഈ മുറി കിടന്നു, ഞാൻ വെളിയിൽ അപ്പുറത്ത് വേറെ മുറിയിൽ കിടന്നോളാന്ന് പറഞ്ഞിട്ട് ആ മുറിയിൽ അവൾ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പറഞ്ഞ്, എനിക്കിന്ന് കോളേജിൽ പോകണം, ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അത് തീർത്തിരിക്കുകയാണ്, കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് തന്നെ വരാമെന്ന് പറഞ്ഞു. പെട്ടെന്നെല്ലാം കാര്യങ്ങളും കൊടുത്ത് ഏൽപ്പിച്ചിട്ട് ഉച്ചയ്ക്ക് തന്നെ വരാമെന്ന് പറഞ്ഞു. അവളോട് അത് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് അവൻ കോളേജിൽ പോയി ഉച്ചയാകുമ്പോൾ തിരിച്ചെത്തുന്ന സമയത്ത് ഡോറ് എല്ലാം തുറന്നിട്ടിരിക്കുന്നു. അവനാകെ പേടിച്ചു പോയി. ഇവൾ പറഞ്ഞ രീതിയിലുള്ള ഇവളുടെ അച്ഛനും അമ്മയും കൊന്നെന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ കയറി വന്ന് ഇവളെ പിടിച്ചോണ്ട് പോയോ, എന്തെങ്കിലും പറ്റിയോ? ഡോറും എല്ലാം തുറന്നിട്ടിരിക്കുന്നു. പക്ഷേ അവിടെ ഒന്നും തല്ലിപ്പൊളിച്ചതായിട്ടോ തട്ടിത്തെറിപ്പിച്ചതായിട്ടോ ഒന്ന് അലമ്പാക്കി വെച്ചതായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അവൻ ചെന്ന് റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് റൂമിൽ ഇവൾ കട്ടിൽ കിടക്കുന്നു. ഇവൻ തട്ടി വിളിക്കുന്നു, അവൾ അനങ്ങുന്നില്ല. ഇവളുടെ കൈ പിടിച്ച് നോക്കി, കൈ ആകെ മരവിച്ച് ഇരിക്കുന്നു, തണുത്ത് മരവിച്ച്. ഇവൾ മരിച്ചിരിക്കുന്നു. ഇവനാകെ വലിയ വായിൽ നിലവിളിച്ച് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ട് നാട്ടിലുള്ള അപ്പുറത്തെ വീട്ടിലുള്ള ആളുകളെല്ലാവരും വന്നു. ആളുകൂടി ഇവൻ കരച്ചിലടക്കാതെ അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പോലീസ് അങ്ങനെ വീട്ടിലെത്തി. ഇവൾ കിടക്കുന്ന മുറിയിലേക്ക് ചെന്ന് നോക്കിയതും ഇവളെ കണ്ടതും പോലീസുകാരൻ വളരെ നല്ല രീതി നല്ല വായിൽ നിലവിളിക്കാൻ തുടങ്ങി. പിശാജെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ട് എന്താ കാര്യമെന്ന് പറഞ്ഞു. ഇവനടുത്ത് വന്നു. ഇവളൊരു പിശാജാണ്. ഇവളും ഒരാഴ്ച മുമ്പ് ഇവളുടെ ജഡം, അതായത് കഴുത്തറ്റ രീതിയിൽ ഉള്ളൊരു ജഡം ഈ അടുത്തുള്ള കാട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. എന്തോ മന്ത്രവാദം നടത്തി ഇവളെ കുരുതി കൊടുത്ത രീതിയിലായിരുന്നു, കഴുത്തറുത്ത രീതിയിൽ കിടന്നൊരു ജഡമായിരുന്നത് കിട്ടിയത്. 4 ദിവസം മുമ്പ് ഇവളുടെ ശരീരം മോർച്ചറിയിൽ വെച്ചിരുന്നു. ആ മോർച്ചറിയിൽ നിന്ന് കാണാതായി. 4 ദിവസം മുമ്പ് ഇവളുടെ ശരീരം മോർച്ചറിയിൽ നിന്ന് കാണാതായി. പിന്നെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടെ കിടക്കുന്നു, എനിക്കിത് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ പോലീസുകാരൻ ചെന്ന് ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞില്ല, ഞാൻ വിശ്വസിക്കത്തില്ല, ഇവളെ കൊന്നതാണ്. ഇവളും പറഞ്ഞാണ് പോലീസുകാരും അവന്മാർക്ക് ഒപ്പമാണ്, അതായത് ഇവളുടെ അച്ഛനും അമ്മയും കൊന്നവർക്കൊപ്പമാണ്, നിങ്ങളതുകൊണ്ടാണ് പറയുന്നതെന്ന്. ഞാൻ വിശ്വസിക്കത്തില്ല, ഇവളെ കൊന്ന ആരാണെങ്കിലും ഇവിടെ അവന്മാരെ പിടിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ അടുത്തുള്ള മറ്റേ പോലീസുകാരൻ ചെന്ന് ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു പട്ട, അതായത് ആ ഒരു നെക്ലേസ് പോലത്തെ സാധനം, അത് വലിച്ചൂരുമ്പോൾ അവളുടെ കഴുത്തും തലയും ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഇളകി താഴെ വീഴും. ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇത് ഒരു ഇൻസ്പയർഡ് സ്റ്റോറിയാണ്. ഇത് ഞാൻ കാണുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ പഴയ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ അങ്ങനത്തെ കുറച്ച് മാറ്റമൊക്കെ വരുത്തിക്കൊണ്ട് കാലഘട്ടം മാറ്റുന്നതിലും പഴയ ടൈപ്പ് എക്യുപ്മെൻറ്റ്സ്, TV അതേ കൊണ്ടുവരുന്നതിനുമൊക്കെ കുറച്ചുള്ള കുറച്ച് ചലഞ്ചുകൾ ഉണ്ടായിരിക്കും. പിന്നെ നല്ലൊരു ആക്ടറിനെയും വേണം. കാണാൻ നല്ല സൗന്ദര്യമുള്ള 2 പേരെ തന്നെ വേണം. എന്നാലേ നമുക്ക് ആ ഒരു മാജിക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ആളുകളെ ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിയത്തുള്ളൂ, കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ.
ഇതിന് ഞാൻ അച്ചാണി എന്ന് പേരിട്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറി, ആ പാട്ട് വെക്കുന്നതുകൊണ്ടാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനും വിട്ടുപോയിട്ടുണ്ടാവും. അതായത് ഇവൻ ഈ കഥ പറയുമ്പോൾ, അതായത് ഇവളെ ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന സമയത്ത്, അതായത് മുമ്പ് നേരിട്ട് കണ്ടു എന്നല്ല, ഈ സ്വപ്നത്തിൽ കണ്ടു എന്ന് ഇവളോട് പറയുന്ന സമയത്ത്, ഇവൻ വിവാഹ അഭ്യർത്ഥന നടക്കുന്ന സമയത്തും ഈ പാട്ട് ഇവൻ പ്ലേ ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ. എൻ്റെ സ്വപ്നത്തിൻ്റെ താമര പൊയ്യെന്നുള്ള ആ പാട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ